ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുത്തു ചേട്ടൻ്റെ നൈസായിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോണേ. അവിടെ നിന്ന് തുടങ്ങി. ഇവരുടെ ആൾക്കാർ രാവിലെ പ്രശ്നം കൊടുത്തിട്ട് രാവിലെ തുടങ്ങുന്ന പ്രഭാതം നൈറ്റ് ആൾക്കാരാണ്. നമുക്ക് ഇവിടുത്തെ പോലെ ചെയ്യാം. താങ്ക് യു. വണ്ടി ഇനി നേരെ ചാർമിനാർ. ഒന്നും കൂടി ചാർമിനാർ രാവിലെ തന്നെ പോയി കാണുന്നൊരു ആഗ്രഹം. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രാവതീറ്റ കൊടുക്കുക, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദോശ 3 ദോശ ഒരു ഇതിന് 45 രൂപയുള്ള, പിന്നെ നല്ല ചെറിയൊരു കാപ്പിക്ക് 15 രൂപ. ഈ ചായയും കാപ്പിയൊക്കെ അടിച്ച് കയറ്റുമ്പോൾ ഒരു കാര്യം ഓർക്കണം, രാവിലെയാണെന്നൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോയ്ലറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഗൈസ്, ഇതാണ് ചാർമിനാർ. ഞാൻ നമ്മുടെ NTR പാർക്കായിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ തിരക്കുറവാണ്, ആൾക്കാരൊന്നും മുകളിൽ കയറുന്നില്ല. പക്ഷേ നമുക്ക് നൈസരൊന്ന് കയറി നോക്കാം. 25 രൂപ നമുക്ക് മുകളിൽ കയറാൻ പറ്റുന്ന പറയുന്നത്. വീഡിയോസ് നോട്ട് അലൗഡ്. സോ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുക, കയറുക, ഫോട്ടോസ് എടുക്കുക, തിരിച്ചു പോരാ, അല്ലെങ്കിൽ അടി കിട്ടും. ഓക്കെ ഗൈസ്, മോളൊരു കാണാനില്ലേ, 3 നിലയാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ നില എത്തി, അതിൻ്റെ മുകളിലൊരു നിലയുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചാർമിനാർ. ആ ഗൈഡെല്ലാം പറഞ്ഞെന്ന് ഗൈസ്, പക്ഷെ അത് കാണാൻ പറ്റില്ല. ആ മുകളിലത്തെ നില കയറാൻ പറ്റില്ല, കാരണം നമുക്ക് ആകെ ഒരു നില ആക്സസ് ഉള്ളൂ, ആ ക്ലോക്കൊക്കെ ഇരിക്കുന്ന സ്ഥലം. പിന്നെയുള്ള സ്ഥലത്ത് നമ്മുടെ മുകളിലത്തെ നിലയിൽ ആരോ ചാടി ആത്മഹത്യ ചെയ്തു, 2 പേര്. അതേ പിന്നെ അതും നമുക്ക് ക്ലോസ്ഡായി. അങ്ങനെയാണ് ഈ നില മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നില, ക്ലോക്കുള്ള നില. പിന്നെ അതിൻ്റെ മുകളിലത്തെ നില ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ നില വാച്ച് ടവർ. ഗൈഡ് പറഞ്ഞ പോലെ ഇത് മറ്റേ ചാർമിനാറിൻ്റെ മെയിൻ കവാടത്തിൽ നടുക്കാണുള്ളത്. മെയിൻ കവാടത്തേക്ക് വരാനുള്ള വഴിയാണ്. ഇതൊരു പണ്ട് രാജാക്കന്മാരൊക്കെ വന്ന വഴിയാണ് ഗൈസ്. അതെ, ഓരോ ഇതൊരു കവാടം, ഇതൊരു കവാടം, ഇതൊരു കവാടം. ഈ ജംഗ്ഷനിൽ നിന്ന് 4 ഭാഗത്തേക്ക് കവാടമുണ്ട്. ഈ അമ്പലത്തേക്കുള്ള വഴി തിരക്കാണ്. ഇവരൊക്കെ ചെരുപ്പ് നോക്കാണ്. ഇവിടെ നിന്ന് ചെരുപ്പിട്ടാൽ ഞാൻ കാണാൻ പോലും പറ്റില്ല. വലിച്ച് ചവിട്ടി ഇവിടെയൊക്കെ എറിയും. നടത്തിട്ടുണ്ട്, കിട്ടിയ ബാക്കിയവർക്കൊക്കെ. നമ്മൾ ഇങ്ങനെ കട്ട ബ്ലോഗ് കേട്ടോ ഇവിടെ. ആരും അറിയില്ലല്ലോ, പൊളിക്കും. ഞാൻ നിർത്തി, ചാർജ് ചെയ്ത് അറിയും. നല്ല ചൂടുണ്ട്. നമുക്ക് മറ്റേ നല്ല ചായ കുടിച്ചാൽ അതൊന്നും ചായ കുടിക്കുക. അത് ഇവിടുത്തെ സ്പെഷ്യൽ നാൾ പറഞ്ഞു. നിറച്ച് വളങ്ങളൊക്കെ മിസ്. കൗതുകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോക്ക്, നമ്മുടെ ഫ്രഞ്ച് പട്ടാളം ഇങ്ങനെ ഫോറിനേഴ്സ് മറ്റേ കൊളോണൈസ് ചെയ്തപ്പോൾ അവർ ഒരു ക്ലോക്ക് പണിതിട്ടുണ്ട്. ആ ക്ലോക്ക്, ഈ ക്ലോക്ക് ഒരു മണിക്കൂർ കൂടുമ്പോൾ 10 മണിയൊക്കെ, ഞാൻ 10 മണിക്ക് എത്തിയാൽ 10 മണിക്ക് കറക്റ്റ് 10 ബെല്ലടിച്ച്. ഇനി നമുക്ക് നോക്കാം 11 മണിക്ക് 11 ബെല്ലടിക്കുമോ എനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഓരോ മണിക്കൂർ മുമ്പ് ഇങ്ങനെ ബെല്ലടിക്കും. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കൂടി ഉണ്ടാവും ഇവിടെ. എന്നിട്ട് നമ്മൾ നൈസായിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇനി നമുക്ക് കുറേ സ്ഥലങ്ങൾ പോകണ്ട്. അവിടേക്കൊന്നും ഫോൺ ചാർജ് ഒക്കെ തോന്നുന്നില്ല ഗൈസ്, നല്ലതായിട്ട് ചാർജ് പറഞ്ഞു. മോളടിക്കുന്ന പണിയാണ്. ഇതാണ് ഫേമസ് ഓസ്മാനി ബിസ്ക്കറ്റ് ചായ കാപ്പി. शेक 100 ग्राम 50 है, पाव लिए तो 100 बोलो।
ഞാൻ ബൈക്ക് ഈ ഭാഗത്തേക്ക് വെച്ചിരുന്ന ഗൈസ് തൊട്ടടുത്താണ്, പക്ഷേ അവിടെ ബൈക്ക് വയ്ക്കാൻ പാടില്ല, അവർ മാറ്റി വയ്ക്കും. ഞാൻ വന്നിട്ട് പേടിച്ചു. എൻ്റെ ബൈക്ക് ഇവിടെ നിന്ന് മാറ്റി ഇവർ ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കിളി പോയി, കുറേ ഓടി കിടന്നു. അവസാനം കിട്ടി. തന്നെയാണോ നോക്കട്ടെ, ഈ നമ്പറൊന്നും അറിയില്ല. ചോദിച്ച ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ കടക്കാരോട് ചോദിച്ചപ്പോൾ ആൾ എൻ്റെ ഇപ്പോൾ വന്നിട്ട് തപ്പിപ്പിടിച്ച് തന്നത്. എന്തായാലും സേഫാണ് സത്യം പറഞ്ഞാൽ. നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ബസ്സൊക്കെ കുറച്ച് തിരക്കാന്ന് പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. കുറച്ച് ഇനി അടുത്ത സ്ഥലം ചൗഹാൻ മഹൽ. മൾബറി നമ്മത്തെ പരിപാടി മൾബറി. ആഗ്രഹമായിരുന്നു മൾബറി.